നമസ്കാരം. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തൻ്റെ നാമനിർദ്ദേശം അംഗീകരിച്ച് നിലവിലെ വൈസ് പ്രസിഡൻ്റായ കമല ഹാരിസ് ഏറെ ആദരവോടെ താൻ ഈ നാമനിർദ്ദേശം സ്വീകരിക്കുന്നതായിട്ടാണ് കമല ഹാരിസ് വ്യക്തമാക്കിയിട്ടുള്ളത്. വർഗ ലിംഗ കക്ഷിഭേദമന്യേ എല്ലാ അമേരിക്കക്കാർക്കും വേണ്ടി അമേരിക്കൻ പ്രസിഡൻ്റാകാനുള്ള നാമനിർദ്ദേശം താൻ സ്വീകരിക്കുകയാണ് എന്ന് കമല ഹാരിസ് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 4 ദിവസമായി ചിക്കാഗോയിൽ നടന്ന ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിൽ കമല ഹാരിസ് തൻ്റെ പ്രസംഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തൻ്റെ മാതാവ് ശ്യാമള ഗോപാലിനെയും കമല പ്രസംഗത്തിൽ അനുസ്മരിച്ചു. രാജ്യത്തിന് മുൻകാലത്തെ മോശം അനുഭവങ്ങൾ മറന്ന് മുന്നോട്ട് നീങ്ങാനുള്ള അസുലഭമായൊരു അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് എന്നാണ് കമല ഹാരിസ് പറഞ്ഞത്. ഒരു പാർട്ടിയുടെയോ വിഭാഗത്തിൻ്റെയോ അംഗങ്ങളെന്ന നിലയിൽ അല്ലാതെ തന്നെ പുതിയ വഴികൾ തുറക്കാനുള്ള അവസരമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. 21ാം നൂറ്റാണ്ടിൻ്റെ പോരാട്ടത്തിൽ ചൈനയല്ല അമേരിക്ക തന്നെ വിജയിക്കുമെന്ന് ഉറപ്പുവരുത്തുമെന്നും കമല ഹാരിസ് അവകാശപ്പെട്ടു. അതേസമയം അവർ തൻ്റെ എതിർ സ്ഥാനാർത്ഥിയായ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത്. പലതരത്തിൽ ഒട്ടും ഗൗരവമില്ലാത്തൊരു മനുഷ്യനാണ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ട്രംപിനെ വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തിക്കുന്നത് വളരെ ഗുരുതരമായ അനന്തരഫലങ്ങളുണ്ടാക്കും എന്ന് കമല ഹാരിസ് അമേരിക്കൻ ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ട്രംപ് ജനവിധി അട്ടിമറിക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടപ്പോൾ ക്യാപിറ്റോളിലേക്ക് ആൾക്കൂട്ടത്തെ അയച്ചു. കൂടാതെ ട്രംപിനെതിരെ നിരവധി കേസുകളുള്ള കാര്യവും കമല ഹാരിസ് അമേരിക്കയിലെ വോട്ടർമാരെ ഓർമ്മിപ്പിച്ചു. ഏതായാലും കമല ഹാരിസിൻ്റെ അമ്മ തമിഴ്നാട് സ്വദേശിയാണ്. അങ്ങനെ ഇന്ത്യക്കാരി എന്ന് നമുക്ക്, ഇന്ത്യൻ വംശജ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന തരത്തിലേക്ക് കമല ഹാരിസിനെ ഇന്ത്യക്കാർ ആദരവോടെ തന്നെയാണ് കാണുന്നത്. ഒരുപക്ഷെ കമല ഹാരിസ് വിജയിച്ച് അമേരിക്കൻ പ്രസിഡൻ്റായാൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങറ്റം അഭിമാനകരമായ ഒരു കാര്യമായിരിക്കും. കാരണം അവർ പകുതി ഇന്ത്യക്കാരിയാണ് എന്നുള്ളത് തന്നെയാണ്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായ ബ്രിട്ടൻ ഇന്ത്യയെ നൂറ്റാണ്ടുകളോളം ഭരിച്ചതിന് ശേഷം ഒരു ഇന്ത്യക്കാരൻ ഋഷി സുനക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായപ്പോൾ ഇന്ത്യക്കാർ എത്രമാത്രം അഭിമാനം അന്ന് അനുഭവിച്ചോ അതുപോലെ തന്നെ കമല ഹാരിസും വിജയിക്കണമെന്ന് തന്നെയാണ് ഒരുപക്ഷെ അമേരിക്കയിലെ എന്നല്ല ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഗ്രഹിക്കുന്നത്.